ഹായ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നോക്കിയ പോർഷൻസ് എന്ന് പറയുന്നത് ഡെഫിനീഷൻസിന്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു. അതിൽ നമ്മൾ കവർ ചെയ്ത പോർഷൻസ് എന്ന് പറയുന്നത് പേഴ്സന്റെ ഡെഫിനീഷനിൽ 7 കാറ്റഗറി ഓഫ് ആൾക്കാർ വരുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കി. അതുപോലെ ഇൻകം എന്താണ്, കാഷ്വൽ ഇൻകം എന്താണ്, അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, പിന്നെ അതുപോലെ തന്നെ പ്രിലിമിനറി സെക്ഷൻ അല്ലെങ്കിൽ ചാപ്റ്റർ 1 എന്ന് പറയുന്ന പ്രിലിമിനറിക്കകത്ത് വരുന്ന സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 എന്നത് എന്തിനൊക്കെയാണ് റെഫർ ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പറയുന്നത് അസസി, ഡീംഡ് അസസി, അതുപോലെ അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത് ആരെയാണ്, അതുപോലെ എന്താണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്നീ ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ഇന്ന് കവർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യത്തെ പോർഷൻ ആയിട്ടുള്ള അസസി ആണ് നോക്കാൻ പോകുന്നത്. അസസി എന്ന് പറയുന്നത് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 2 സബ്സെക്ഷൻ 7 നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഓൾറെഡി ഞാൻ ചാപ്റ്റർ 1 പ്രിലിമിനറി പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു സെക്ഷൻ 1 എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആണ്. സെക്ഷൻ 2 എന്ന് പറയുന്നതാണ് എല്ലാ ഡെഫിനീഷൻസും കൊടുത്തിട്ടുള്ളത്. സെക്ഷൻ 3 എന്ന് പറയുന്നതാണ് അതിനുള്ള ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നത്. അതായത് പ്രീവിയസ് ഇയറിനെ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള സെക്ഷൻ ആണ് സെക്ഷൻ 3 എന്ന് പറയുന്നത്. അപ്പം അതിൻ പ്രകാരം ഇവിടെ സെക്ഷൻ 2 തന്നെയാണ് അസസിയും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം അസസിയുടെ ഡെഫിനീഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 7 കൊടുത്തിട്ടുള്ളത്. അപ്പം അസസിയുടെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഡെഫിനീഷനിൽ ആരൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെ ആളുകളാണ് വരുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് ഒരു ഉദാഹരണം യൂസ് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരു വെഡിങ് വെന്യൂ നമ്മൾ ഓർക്കുക. അപ്പം ഇവിടെ നമ്മൾ കഥയ്ക്കായിട്ട് എടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രൂം ഉണ്ട്, കല്യാണ ചെക്കൻ, പിന്നെ അതുപോലെ ഗ്രൂമിന്റെ ഒരു അങ്കിളിനെ നമ്മൾ എടുക്കുന്നുണ്ട്, പിന്നെ ബ്രൈഡിന്റെ ബ്രദർ, അതുപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള കേറ്ററർ. ഇത്രയും പേരെയാണ് നമ്മൾ ഈ ഉദാഹരണത്തിന് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി ഒരു കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ചെക്കന്റെ ആയാലും പെണ്ണിന്റെ ആയാലും ജോലി എന്താന്ന് നമ്മൾ അന്വേഷിക്കും. അപ്പം ഇവിടെ ഗ്രൂമിനെ കുറിച്ച് അന്വേഷിച്ചപ്പം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഗ്രൂം എന്ന് പറയുന്ന ആള് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് 40 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിന് ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ കാണും ഒരു പെർട്ടിക്കുലർ ഇൻകത്തിൽ കൂടുതൽ കിട്ടുന്ന ആൾക്കാർക്ക് ടാക്സ് ലയബിലിറ്റി കാണുമെന്ന്. അതായത് ടാക്സ് കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ ഈ ടാക്സ് ലയബിലിറ്റി ഉള്ളവരെന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഗ്രൂമിനെ നമ്മൾ ടാക്സ് ലയബിലിറ്റി ഉള്ള ഒരാളായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പം അയാളെ പറയുന്നതാണ് റെഗുലർ അസസി എന്ന്. അതായത് അയാൾക്ക് കിട്ടിയ ഇൻകത്തിൽ നിന്ന് അയാൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എന്ന് പറയുന്നത് ടാക്സ് ആയിട്ട് കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള അസസിയാണ് നമ്മൾ റെഗുലർ അസസി എന്ന് പറയുന്നത്. പിന്നെ ആ കല്യാണ വെന്യൂലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ടാക്സ് ഇൻസ്പെക്ടർ കയറി വരിക. ടാക്സ് ഇൻസ്പെക്ടർ കയറി വന്നിട്ട് പറയുക ഗ്രൂമിന്റെ അങ്കിളിനോട്, ഇതുപോലെ നിങ്ങളുടെ ടാക്സ് ഫയൽ ചെയ്തത് നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഡിപ്പോസിറ്റുകളോ ഇൻവെസ്റ്റ്മെന്റുകളോ ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും നിങ്ങൾക്ക് സോഴ്സോ റെസീപ്റ്റ്സോ ഒന്നും കാണിക്കാനില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ടാക്സ് വെട്ടിച്ചിട്ടുണ്ട് എന്ന് ഗ്രൂമിന്റെ അങ്കിളിനോട് പറയുക. നമ്മൾ എന്താ കണ്ടേ, ടാക്സ് ഇൻസ്പെക്ടർ വന്നിട്ട് ഗ്രൂമിന്റെ അങ്കിളിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് അസസി എന്ന് പറയുന്നത്, അസസി അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. മേ ബി ഇൻ ഫ്യൂച്ചർ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റുമായിരിക്കും ടാക്സ് അദ്ദേഹം വെട്ടിച്ചിട്ടില്ലാന്നോ, അല്ലെങ്കിൽ അതിന്റെ സോഴ്സോ റെസീപ്റ്റ്സോ അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ആസ് ഓഫ് നൗ അല്ലെങ്കിൽ പ്രസന്റ്ലി അദ്ദേഹം അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മളൊരു അസസി ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അത് എന്ത് ടൈപ്പ് അസസിയാ? അസസി അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലെ അസസി ആയിരിക്കും. അപ്പൊ നമ്മൾ രണ്ടെണ്ണം നോക്കി. ആദ്യത്തേത് റെഗുലർ അസസി ആണ്, രണ്ടാമത്തേതാണ് അസസി അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. കാറ്റഗറി എന്ന് പറയുന്നത് ബ്രൈഡിന്റെ ബ്രദർ ആണ്. ഇവിടെ ബ്രൈഡിന് 18 വയസ്സായിട്ടില്ലെന്ന് വെച്ചോ, അതായത് ഇതുവരെ ആ ബ്രൈഡ് അഡൽട്ട് ആയിട്ടില്ല, ചൈൽഡ് മാരേജ് നടക്കുന്ന എന്നൊരു കേസാന്ന് വെച്ചോ. അപ്പോ ഇവിടെ ആണെങ്കിൽ ബ്രൈഡിന് ഒബ്വിയസ്ലി കല്യാണം ആകുമ്പോഴത്തേക്കും ഗിഫ്റ്റുകൾ കൊടുക്കുമല്ലോ. അപ്പൊ ഗിഫ്റ്റ് കൊടുത്ത വഴിക്ക് ബ്രൈഡിന് 5 ലക്ഷത്തിൽ കൂടുതൽ ഗിഫ്റ്റ് കിട്ടി. അതായത് എമൗണ്ട് 5 ലക്ഷത്തിൽ കൂടുതലായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കിട്ടി. അപ്പൊ അതിന് ടാക്സബിലിറ്റി വരും. അപ്പം ഇവിടെ ബ്രൈഡ് മൈനർ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ടാക്സ് അടയ്ക്കേണ്ട ഒരു അസസി അല്ല ബ്രൈഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഗാർഡിയൻ ആയിട്ട് നിൽക്കുന്നത് ബ്രൈഡിന്റെ ബ്രദർ ആണ്. അതായത് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു എൽഡർ ബ്രദർ ഉണ്ടെന്ന് വെച്ചോ. അപ്പം ആ ബ്രൈഡിന്റെ ബ്രദർ ആയിരിക്കും ഇവിടെ അസസി ആയിട്ട് മാറുന്നത്. എന്ത് കൈൻഡ് ഓഫ് അസസിയാ?
ഡീംഡ് എസ്എസ്സി ആയിരിക്കും. അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇൻകത്തിലല്ല അദ്ദേഹം ടാക്സബിലിറ്റി കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുവായിരുന്നെങ്കിൽ അദ്ദേഹം ആരായിരുന്നേനെ? റെഗുലർ എസ്എസ്സി ആയിരുന്നേനെ. ഇദ്ദേഹത്തിന് കിട്ടിയ ഇൻകം അല്ല, വേറൊരാളുടെ ഇൻകത്തിന് അദ്ദേഹം ടാക്സ് ലയബിലിറ്റി കൊടുക്കുവാണ് അല്ലെങ്കിൽ ടാക്സബിലിറ്റി കാണിക്കുവാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നതാണ് ഡീംഡ് എസ്എസ്സി എന്ന് പറയുന്നത്. പിന്നെ ഫോർത്ത് കാറ്റഗറി എന്ന് പറയുന്നതാണ് കേറ്ററർ ആയിട്ടുള്ള ആള്. നമുക്കറിയാം, നോർമലി ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ സാലറി കൊടുക്കുന്ന സിറ്റുവേഷനിൽ TDS, അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് കട്ട് ചെയ്യണം എന്നുണ്ട്. ആ കട്ട് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആ എംപ്ലോയർ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ഒരു എമൗണ്ട് ആണ്. പക്ഷെ ഇവിടെ ഈ കേറ്ററർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് TDS കട്ട് ചെയ്തില്ല. നമ്മൾ TDS എന്താന്നൊക്കെ നമ്മൾ ഫ്യൂച്ചർ ക്ലാസ്സുകളിൽ പഠിക്കും, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷനിലോട് ഞാൻ പോവാത്താണ്. അദ്ദേഹം ശരിക്കും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്തില്ല. അപ്പം അദ്ദേഹത്തെ നമ്മൾ എന്താ വിളിക്കുക? അസസി ഇൻ ഡിഫോൾട്ട്. ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്തില്ല. അപ്പം അദ്ദേഹം ആരായി? അസസി ഇൻ ഡിഫോൾട്ട്. അപ്പം അസസിയുടെ ഡെഫിനീഷന്റെ അകത്ത് 4 കാറ്റഗറി ഓഫ് ആൾക്കാരാണ് വരുന്നത്. ആദ്യത്തേത് റെഗുലർ അസസി. റെഗുലർ അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ടാക്സ് ലയബിലിറ്റി ഉള്ള ഒരാൾ, അതായത് ടാക്സ് അടയ്ക്കേണ്ട ഒരാളെയാണ് റെഗുലർ അസസി എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നതാണ് അണ്ടർ ഇൻവെസ്റ്റിഗേഷനിലുള്ള അസസി, അല്ലെങ്കിൽ അസസി അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അതായത് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ റെക്കോർഡുകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ പറയുന്നതാണ് അസസി അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറിയാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഡീംഡ് അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മൈനറിന് എന്തെങ്കിലും ഒരു ക്യാഷ് കിട്ടുവാണ്, അല്ലെങ്കിൽ ഇപ്പം ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ആ ഇൻകത്തിൽ ഗവൺമെന്റിന് ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നതൊന്നും ഒരു വിഷയമല്ല. ഗവൺമെന്റ് ഇതില് ടാക്സ് കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. സോ ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇൻകം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ലീഗൽ ഹെയർ ആയിട്ടുള്ള ഒരാള് അതിന് അവിടെ ഒരു ഡീംഡ് അസസി ആയിട്ട് മാറും. അതായത് അവിടെ ടാക്സ് ലയബിലിറ്റി ഏറ്റെടുക്കുന്ന ആളെന്ന് പറയുന്നത് ആ ലീഗൽ ഹെയർ ആയിരിക്കും. ആ ആളെ ആയിരിക്കും നമ്മൾ ഡീംഡ് അസസി എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ കാറ്റഗറിയാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഫോളോ ചെയ്യേണ്ടിയിരുന്ന ചില റൂൾസ് ഉണ്ട്, അത് അയാൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളെ അസസി ഇൻ ഡിഫോൾട്ട് എന്നായിരിക്കും പറയുന്നത്. ഇനി നമ്മൾ ശരിക്കും ഇപ്പം ഞാൻ ഓൾറെഡി 4 കാറ്റഗറി ഓഫ് ആൾക്കാരെ പറഞ്ഞു. ഇതിനെ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പ്രകാരം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ് എന്നുള്ളതാണ്. അവരെയാണ് നമ്മൾ റെഗുലർ അസസി എന്ന് പറയുന്നത്. ടാക്സ് അടയ്ക്കാനായിട്ട് ലയബിൾ ആയിട്ടുള്ള ആളുകളെയാണ് റെഗുലർ അസസി എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിംഗ്സ് അണ്ടർ ദ ആക്ട് ഹാസ് ബീൻ ടേക്കൺ ഫോർ അസസ്മെന്റ് ഓഫ് ഹിസ് ഇൻകം. അതാണ് നമ്മൾ അസസി അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി. അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ലാസ്റ്റ് കാറ്റഗറിയാണ് ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡിഫോൾട്ട്. അപ്പം ഇത്രയുമാണ് അസസിയുടെ ഡെഫിനേഷൻ്റെ അകത്ത് വരുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഡീംഡ് അസസിയും അസസി ഇൻ ഡിഫോൾട്ടും നമ്മൾ നോക്കി. അപ്പൊ നമുക്ക് ഇന്ന് രണ്ടാമതായിട്ട് നോക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് ആക്സിലറേറ്റഡ് അസസ്മെന്റ് ആണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ അസസ്മെന്റ് ഇയർ എന്താണ്, പ്രീവിയസ് ഇയർ എന്താണ് എന്ന് പറഞ്ഞായിരുന്നു. അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് എപ്പോഴും 12 മാസം തന്നെ ആയിരിക്കും. അതായത് ഇപ്പം പ്രസന്റ്ലി ഏത് ഇയറിലാണോ ഇരിക്കുന്നത് അതാണ് നമ്മുടെ അസസ്മെന്റ് ഇയർ. അതായത് 1st April 2025 തൊട്ട് 31st March 2026 വരെയാണ് നമ്മുടെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് അസസ്മെന്റ് ഇയറിന്റെ തൊട്ട് മുമ്പത്തെ വർഷം, അതായത് പ്രിസീഡിംഗ് ഇയർ ഓഫ് അസസ്മെന്റ് ഇയർ ആയിരിക്കും പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ നോർമലി ടാക്സ് കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ കിട്ടിയ ഇൻകത്തിലായിരിക്കും നമ്മൾ അസസ്മെന്റ് ഇയറിൽ ടാക്സ് ലയബിലിറ്റി കാണിക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ ഇൻകം എന്തുമാത്രമാണോ അതിലായിരിക്കും നമ്മൾ ഈ വർഷം ടാക്സ് ലയബിലിറ്റി കൊടുക്കുന്നത് ഗവൺമെന്റിന്. പക്ഷേ എല്ലാ സമയത്തും ആ കേസ് നമ്മൾ ഫോളോ ചെയ്യത്തില്ല. നമ്മൾ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനിൽ ഫോളോ ചെയ്യുന്നതാണ് ഞാനിപ്പോ പറഞ്ഞ ജനറൽ റൂൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് അസസ്മെന്റ് ഇയറിൽ ഫയൽ ചെയ്യുന്നു എന്നുള്ളത്.
പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ ആക്സിലറേറ്റഡ് അസസ്മെന്റ്, അതായത് ഫാസ്റ്റ് ആയിട്ട് അസസ് ചെയ്യുക എന്നാ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനത്തെ കേസിൽ പ്രീവിയസ് ഇയർ കിട്ടിയ ഇൻകം പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് ലയബിലിറ്റി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ആ കേസസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എക്സാമിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈവൻ UGC നെറ്റ് എക്സാമിനെ ബേസ് ചെയ്ത് നോക്കുവാണെന്നുണ്ടെങ്കിലും ഈ സെക്ഷൻസ് ചോദിക്കാറുണ്ട്. അതായത് മാച്ച് ദ ഫോളോയിങ്ങിൽ അവര് ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഈ സെക്ഷൻസുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ഈ ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റിനകത്ത് വരുന്നത് അല്ലെങ്കിൽ ഏതാണ് വരാത്തത് എന്ന് ചോദിച്ച സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോർഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് MCOM BCOM സ്റ്റുഡൻസ് ആയാലും അതുപോലെ തന്നെ UGC നെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലായാലും ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത് അസസ്മെന്റ് നടക്കുന്നത് പ്രീവിയസ് ഇയറിൽ തന്നെ ആയിരിക്കും. അതായത് ഏത് വർഷമാണോ ഇൻകം ഏൺ ചെയ്തത് ആ വർഷം തന്നെ ആയിരിക്കും അസസ്മെന്റും നടക്കുന്നത്. സെക്ഷൻ 172 എന്ന് പറയുന്നത് ഇൻകം ഓഫ് നോൺ റെസിഡന്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ് ആണ്. ഇൻകം ഓഫ് നോൺ റെസിഡന്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഉള്ള ഒരാൾ അല്ലെങ്കിൽ NRI ആയിട്ടുള്ള ഒരാൾക്ക് ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് അസസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ തന്നെ ആയിരിക്കും. അതായത് അയാൾക്ക് എപ്പോഴാണോ ആ ഇൻകം ജനറേറ്റ് ചെയ്തത് ആ വർഷം തന്നെ അസസ്മെന്റ് നടക്കുന്നതായിരിക്കും. രണ്ടാമത്തെ എന്ന് പറയുന്നത് സെക്ഷൻ 174. സെക്ഷൻ 174 പറയുന്നത് ഇൻകം ഓഫ് പേഴ്സൺ ലീവിംഗ് ഇന്ത്യ. അതായത് ഇപ്പൊ ഒരാള് എംപ്ലോയ്മെന്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ലീവ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടുന്ന് കംപ്ലീറ്റ്ലി അപ്രൂവ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ അപ്രൂവ് ചെയ്ത് പോകുന്നതിന് മുമ്പ് വരെ കിട്ടിയ ഒരു ഇൻകം കാണുമല്ലോ, ആ ഇൻകത്തിന്റെ ടാക്സബിലിറ്റി എന്ന് പറയുന്നത് ആ ആള് ആ വർഷം തന്നെ, അതായത് പോകുന്നതിന് മുമ്പ് ടാക്സ് ലയബിലിറ്റി കാണിച്ചിട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ എമൗണ്ട് പേ ചെയ്തിട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അതാണ് സെക്ഷൻ 174 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സെക്ഷൻ 174A ആണ്. സെക്ഷൻ 174A എന്ന് പറയുന്നത് ഇൻകം ഓഫ് ആൻ AOP ഓർ BOI ഓർ AGP ആണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പേഴ്സണെ പറ്റി ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കാറ്റഗറി പേഴ്സന്റെ കാറ്റഗറിയിൽ ആരൊക്കെയാണ് വരുന്നത് എന്ന് നമ്മൾ നോക്കിയായിരുന്നു. അതിൻ്റെ അകത്ത് വന്നായിരുന്നു ഇതുപോലെ AOP ആരാണ്, BOI ആരാണ്, AJP ആരാണ് എന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പം AOP എന്ന് പറയുന്നത് പ്രോഫിറ്റ് ജനറേഷന് വേണ്ടിയിട്ട് നാച്ചുറൽ പേഴ്സൺസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആയിക്കോട്ടെ ഒരുമിച്ച് വന്ന് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫോം ചെയ്യുന്നതാണ് AOP എന്ന് പറയുന്നത്. BOI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ജനറേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേഷനെ ഓർത്തിട്ട് വരുന്നവരല്ല. പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ പേഴ്സൺസ് ആയിരിക്കും ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. കാരണം ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞത്, ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ പേഴ്സൺസ് ആണ് ഓർത്തോളൂ. പിന്നെ AJP എന്ന് പറയുന്നതായിരുന്നു പേഴ്സണിലെ ഫൈനൽ കാറ്റഗറി. അതായത് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ പോലെ ഉള്ള അവർക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ടാക്സബിലിറ്റി കാണിക്കാനായിട്ട് അവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഹെഡ് എന്ന് പറയുന്നതാണ് AJP എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇവർക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ആ വർഷം തന്നെ ടാക്സബിലിറ്റി കാണിക്കേണ്ടതാണ്. കാരണം ഇവരെല്ലാം ഫോം ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ മോട്ടീവിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം മേ ബി ആ ഒരു ഇവന്റ് ഒക്കർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഡിസല്യൂട്ട് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് വർഷമാണോ ഇൻകം കിട്ടിയത് ആ വർഷം തന്നെ അവർ ആ ഇൻകത്തിന് ടാക്സ് ലയബിലിറ്റി കാണിക്കണം. അടുത്തതെന്ന് പറയുന്നത് സെക്ഷൻ 175 ആണ്. 175 പറയുന്ന ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ഒരാള് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിരിക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? ടാക്സ് ലയബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രോപ്പർട്ടിയെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എന്നൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ വർഷം തന്നെ അയാൾക്ക് ടാക്സ് ലയബിലിറ്റി വരും. ഇത്ര മനസ്സിലായല്ലോ. ഈ അടുത്തതെന്ന് പറയുന്നത് സെക്ഷൻ 176 ആണ്. അതാണ് നമ്മുടെ ഫൈനൽ സെക്ഷൻ. അവിടെ വരുന്നത് ഡിസ്കണ്ടിന്യൂവൻസ് ഓഫ് ബിസിനസ്. അതായത് ഒരു ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതായത് നിർത്താൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഇൻകത്തിൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ആക്സിലറേറ്റഡ് അസസ്മെന്റ് മെത്തേഡിലായിരിക്കും ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഇൻകം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് ലയബിലിറ്റി കാണിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസസിംഗ് ഓഫീസറിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്
അസസ്മെന്റ് ഇയർ ചെയ്യണോ അതോ പ്രീവിയസ് ഇയർ, അതായത് നമ്മുടെ നോർമൽ ജനറൽ റൂൾ ചെയ്യണോ അതോ ആക്സിലറേറ്റഡ് അസസ്മെന്റ് മെത്തേഡ് ചെയ്യണോ എന്നുള്ള തീരുമാനിക്കാനായിട്ടുള്ള റൈറ്റ് അസസിംഗ് ഓഫീസറിന് കൊടുത്തിട്ടുണ്ട്. അതായത് അസസിംഗ് ഓഫീസറിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് അസസ്മെന്റ് ഇയർ വേണോ പ്രീവിയസ് ഇയർ വേണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഇവിടെ മാത്രമേ ഉള്ളൂ, അതായത് സെക്ഷൻ 176 മാത്രമേ ഉള്ളൂ അസസിംഗ് ഓഫീസറിന്റെ ഡിസ്ക്രിപ്ഷൻ ഉള്ളത്. ബാക്കിയുള്ള എല്ലാ സെക്ഷൻ എന്ന് പറയുന്നതും ആക്സിലറേറ്റഡ് അസസ്മെന്റ് തന്നെ ഫോളോ ചെയ്തിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പൊ ഇത്രയും പോർഷൻസ് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം അസസി എന്ന് പറയുന്നത് നോക്കി, പിന്നെ ഡീംഡ് അസസി നോക്കി, അസസി ഇൻ ഡിഫോൾട്ട് നോക്കി, അതുപോലെ തന്നെ അവസാനം നമ്മൾ നോക്കിയതാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് സെക്ഷൻ 172 തൊട്ട് 176 വരെയാണ് വരുന്നത്. അപ്പം ഇത്രയും പോർഷൻസ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. അത് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് എന്താ പറയാ, ഇതുപോലെ തിയറി മാത്രമല്ല പ്രോബ്ലവും ചോദിക്കാറുണ്ട്. അതായത് അവർ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തിയറിയും അതിന്റെ അടുത്ത ക്ലാസ്സിൽ അതിനെ പ്രോബ്ലവും നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ.